ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എനിക്കുണ്ടായിരിക്കട്ടെ. ആമീൻ. ഈ വലിയ നോമ്പിലെ കർത്താനുഭവ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്ന ഈ നാളുകളിൽ നമുക്ക് വേണ്ടി പീഡകളേറ്റ് നമ്മെ രക്ഷിക്കുവാനായി ഈ ലോകത്തിലേക്ക് മനുഷ്യാവതാരം ചെയ്ത നമ്മുടെ കർത്താവ് കാൽവരിയോളം നമ്മെ സ്നേഹിച്ച് അവസാനത്തുള്ള രക്തവും നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് നമ്മെ വീണ്ടെടുത്തതായ ആ അനുഗ്രഹീത ദിവസങ്ങളിലൂടെ അതിൻ്റെ അനുസ്മരണയുമായി നാം കടന്നു പോകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് എന്തിനാണ് കടന്നു വന്നത് എന്ന് ഒരു നിമിഷം ചിന്തിക്കുവാനായിട്ട് ഈ സമയം ആഗ്രഹിക്കുകയാണ്. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം 19-ാം അധ്യായം 10-ാമത്തെ തിരുവചനം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. എല്ലാ ഭവന കൂദാശയിലും വായിക്കപ്പെടുന്നതായ വേദഭാഗങ്ങളിൽ ഒന്നാണത്. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനല്ലോ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് മനുഷ്യാവതാരം ചെയ്തതിൻ്റെ താല്പര്യം നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാമാണ് നഷ്ടപ്പെട്ടു പോയത് എന്ന് ഒരു നിമിഷം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. കുടുംബജീവിതം എടുത്ത് നാം പരിശോധിച്ചാൽ അനേകരുടെ കുടുംബജീവിതം ഇന്ന് അസ്വസ്ഥമായിരിക്കുകയാണ്, പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ 1 ശമൂവേലിൻ്റെ പുസ്തകം 30-ാം അധ്യായം വായിക്കുമ്പോൾ യുദ്ധം ജയിച്ചു വരുന്ന ദാവീദിനെ നാം അവിടെ കാണുകയാണ്. ദാവീദ് യുദ്ധം ജയിച്ച് വളരെ ആഘോഷത്തോടെ വലിയ സന്തോഷത്തോടെ മടങ്ങി വരുമ്പോൾ താൻ കാണുന്നത് തൻ്റെ ഭവനത്തിൽ നിന്ന് തൻ്റെ ഭാര്യമാരെയും മക്കളെയും പിടിച്ചുകൊണ്ടുപോയി വളരെയധികം വേദനാജനകമായിരിക്കുന്ന ഒരു കാഴ്ചയാണ്. വളരെ സങ്കടത്തോടെ ദാവീദ് ആ സന്ദർഭത്തിലായിരിക്കുമ്പോൾ ദൈവമായ കർത്താവ് അവനോട് പറയുകയാണ്: നീ മടങ്ങി ചെല്ലുക, നീ ചെന്ന് നിന്റെ ഭാര്യയെയും മക്കളെയും വീണ്ടെടുക്കുവാനായിട്ടുള്ള ബലം നൽകി അവനെ അയക്കുകയാണ്. അങ്ങനെ ദാവീദ് ചെന്ന് യുദ്ധം ചെയ്ത് തൻ്റെ ഭാര്യമാരെയും മക്കളെയും വീണ്ടെടുത്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയതായ അവൻ്റെ കുടുംബത്തെ അവൻ വീണ്ടും നവീകരിക്കുന്നതായി പണിയുന്നതായി കാണുവാൻ സാധിക്കും. ഇന്ന് കുടുംബജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ പിശാച് ഏറ്റവും അധികം തകർക്കുവാൻ ശ്രമിക്കുന്നത് കുടുംബജീവിതത്തെയാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം നാം പഠിക്കുമ്പോൾ ആദമിൻ്റെയും ഹവ്വയുടെയും ജീവിതത്തിലേക്ക് പിശാച് കടന്നു എന്ന് അവരെ പ്രലോഭനത്തിലൂടെ പാപം ചെയ്യിച്ച് അവരുടെ കുടുംബജീവിതത്തെ അസ്വസ്ഥമാക്കുന്നതായി അലങ്കോലപ്പെടുത്തുന്നതായി കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലേക്കും നാം പരിശോധിച്ചു നോക്കുക. പിശാച് വിവിധ തന്ത്രങ്ങളിലൂടെ വിവിധ അവസ്ഥകളിലൂടെ നമ്മിലേക്ക് പ്രവേശിച്ച് നമ്മുടെ ശ്രേഷ്ഠവും പരിശുദ്ധവുമായ കുടുംബജീവിതത്തെ തകർത്തു കളയുന്നുണ്ടോ? പ്രാർത്ഥനയില്ലാത്ത, ആരാധനയില്ലാത്ത, വചനമില്ലാത്ത കുടുംബങ്ങളിൽ പിശാച് പ്രവേശിക്കുമെന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ കുടുംബജീവിതത്തെ പുതുക്കി പണിയുവാൻ ദൈവം ഈ ലോകത്തിലേക്ക് തൻ്റെ ഏകജാതനായ പുത്രനെ അയച്ചുവെങ്കിൽ, നമ്മുടെ കുടുംബം ധന്യമാകണമെങ്കിൽ, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ യേശു ഉണ്ടായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെയാണ് 2 കഷ്ണം ബ്രെഡ് മധുരതരമായി തീരണമെങ്കിൽ അതിൻ്റെ നടുക്ക് ജാം പുരട്ടുന്നത് പോലെ നമ്മുടെ ഭാര്യാഭർത്തൃ ജീവിതത്തിൽ, അപ്പൻ മക്കൾ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ പൂർണ്ണത വരണമെങ്കിൽ ദൈവം ഉണ്ടായിരിക്കണം. ദൈവമുള്ള കുടുംബമാണ് സന്തോഷമുള്ള കുടുംബം, ആനന്ദമുള്ള കുടുംബം. വീണ്ടും നാം പരിശോധിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ഉത്സാഹം അതാരിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? അത് ഏലിയാവിലാണ്. ഏലിയാവ് വലിയ അത്ഭുതം പ്രവർത്തിച്ചവനാണ്. 1 രാജാക്കന്മാർ പുസ്തകം 19-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ നിരാശപ്പെട്ടിരിക്കുന്ന, ഉത്സാഹം നഷ്ടപ്പെട്ടു പോയ ഏലിയാവിനെ നാം കാണുകയാണ്. വലിയ അത്ഭുതം പ്രവർത്തിച്ചവനാണ്. സ്വർഗത്തെ തീയിറക്കി യാഗമൃഗത്തെ ദഹിപ്പിച്ച് സത്യദൈവം യഹോവയാണെന്ന് വെളിപ്പെടുത്തിയ ഏലിയാവ് ഇസബേലിന്റെ വാക്കിൽ ഭയപ്പെട്ട് ചൂരച്ചെടിയുടെ ചുവട്ടിൽ നിരാശയോടെ ഇരിക്കുമ്പോൾ ഉത്സാഹം നഷ്ടപ്പെട്ടു പോയ ഏലിയാവിനെ നാം കാണുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നാം പരിശോധിക്കുക. ആത്മീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ഉത്സാഹം നഷ്ടപ്പെട്ടുവോ എങ്കിൽ ഈ ആരാധന, ഈ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ഉത്സാഹത്തെ വീണ്ടെടുക്കുവാൻ, ദൈവത്തോടൊരു പടി കൂടി അടുത്തു ചെല്ലുവാൻ, നഷ്ടപ്പെട്ടു പോയ കുടുംബവും നഷ്ടപ്പെട്ട ഉത്സാഹവും നമുക്ക് വീണ്ടെടുത്ത് നമ്മുടെ കർത്താവിനോട് കൂടെ
അധികം സത്യതയോ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ വചനം അതിന് ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.